ഹലോ മീഡിയോസ്, നമുക്കിനി കുറച്ച് രാഷ്ട്രീയം സംസാരിച്ചാലോ? എല്ലാ മേഖലയിലും ഒന്ന് തൊട്ട് പോവാം അല്ലേ? ഇവിടെ ഒരു സൈഡിൽ ഗ്യാസ് ഇല്ല, വിറകില്ല, ഇൻഡക്ഷൻ ഇല്ല, അടുപ്പ് പുകയുന്നില്ല, ആകെ സീനാണ്. പക്ഷേ ഒരു സൈഡിൽ ഒടുക്കത്ത വാഗ്ദാനങ്ങൾ. എന്നെ ജയിപ്പിച്ചാൽ നിങ്ങളുടെ കഷ്ടപ്പാടൊക്കെ അതോടെ മാറും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ഈ കഷ്ടപ്പാട് നടന്നുകൊണ്ടിരിക്കവേ ആ സൈഡിൽ വാഗ്ദാനങ്ങൾ കേൾക്കാൻ ഭയങ്കര രസമാണ് അല്ലേ? അപ്പോൾ ജനങ്ങളുടെ ബുദ്ധിമുട്ട്, നിലവിലത്തെ ബുദ്ധിമുട്ട് പോലും എന്താണെന്ന് അറിയുന്നില്ല, അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നില്ല. അപ്പോൾ പിന്നെ ഇവർ മേലോട്ട് അങ്ങോട്ട് പോയിട്ട് പിന്നെ നമ്മുടെ എന്ത് ബുദ്ധിമുട്ടാണോ ആവോ ഇവർ പരിഹരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ചിലരുടെ ഫുൾ ഒരു കോമഡി ആയിരുന്നു. അവർ മത്സരിക്കുന്നില്ല, അവർക്ക് വോട്ടർ പട്ടികയിൽ ലിസ്റ്റില്ല, അങ്ങനെ മത്സരിക്കാൻ പറ്റുന്നില്ല. ഞാനിവിടെ ആ വ്യക്തിയുടെ പേരൊന്നും പറയുന്നില്ല, കാരണം ഇതൊക്കെ ഇനി പല അവഹേളനമായി എന്ന് സോഷ്യൽ മീഡിയയിൽ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ പുറകെയൊന്നും പോകാൻ വയ്യ. അപ്പോൾ അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. ആദ്യം ഇത് രാഷ്ട്രീയത്തിലേക്ക് വന്ന് ജയിച്ച് കിട്ടിയാൽ എന്താണ് മറ്റേ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും ആദ്യം തന്നെ. രണ്ടാമത് മയക്കുമരുന്ന് വേട്ട അവസാനിപ്പിക്കും. മൂന്നാമത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പാക്കും. നാലാമത് പിന്നെ റോഡിലെ കുഴികൾ, ബാക്കി സംഭവങ്ങൾ. എനിക്ക് മനസ്സിലാവാത്ത ഇവരൊക്കെ ശരിക്കും നമ്മൾ മലയാളികൾക്ക് വേണ്ടിയിട്ടാണോ ഒരു ഇതിന് മത്സരിക്കാൻ ഇറങ്ങിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അന്യ സംസ്ഥാന തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ആദ്യം തന്നെ നോക്കുന്നത്. പാവം മലയാളികളുടെ പ്രശ്നമല്ല അവിടെ. അത് കഴിഞ്ഞ് അടുത്തത് എന്താണ്, മയക്കുമരുന്ന്. ഇവരൊരാൾ വിചാരിച്ചാലൊന്നും ഇപ്പോൾ ഈ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി മൂന്നാമത് പെൺകുട്ടികൾ. ഈ കേരളത്തിൽ ഏത് പെൺകുട്ടികൾക്കാണ് വിദ്യാഭ്യാസം കിട്ടാത്തത്? കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ വിദ്യാഭ്യാസം ചെയ്യുന്നത്. അതിലെന്ത് പരിഹരിക്കാനാണ്? അപ്പോൾ രാഷ്ട്രീയത്തെക്കുറിച്ച് നല്ല ബോധമുള്ള ഒരു വ്യക്തിയാണ്. അവർ മത്സരിക്കാൻ ഇറങ്ങിയില്ല ഭാഗ്യത്തിന്. അത് നന്നായി. കാര്യം അത്ര പോലും അറിയില്ല, എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ചോദിക്കണതിന് മണ എന്തൊക്കെയോ മയക്കിനും വേണ്ടി പിന്നെ ഇതും പിടിച്ച് നടക്കണവരുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒരു സിനിമാ ഫീൽഡിലുള്ള ധാരാളം ആൾക്കാരിപ്പം ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ചേതോവികാരം എന്തെന്ന് എനിക്കറിയില്ല. നമ്മുടെ പഴയ ഗണേഷ് അദ്ദേഹത്തിൻ്റെ ചുവട് പിടിച്ചും സുരേഷ് ഗോപി സാറിൻ്റെ ചുവട് പിടിച്ചും ഒക്കെ ആയിരിക്കാം ഈവൻ ഒരു പക്ഷേ ഇപ്പോൾ ഈ സിനിമാ ഫീൽഡിൽ നിന്നുള്ളവർ ഇതിലേക്ക് ചാടി ഇറങ്ങുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള, അവരെ രണ്ടുപേരെയും കണ്ടുകൊണ്ട് നിങ്ങൾ ചാടി ഇറങ്ങിയാൽ അത് അത്ര ആഴത്തിലേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിലൊരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? അപ്പോൾ അതൊന്നും ഞാനിവിടെ സംസാരിക്കുന്നില്ല. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും സാമ്പത്തികമായിട്ട് പെട്ടെന്ന് നമുക്ക് മുന്നേറ്റം ഉണ്ടാകുന്ന ഒരു മേഖല ഒരു പക്ഷേ അത് രാഷ്ട്രീയമാണ്. അത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, കാര്യം ഇപ്പോഴത്തെ കാലം, പണ്ടത്തെ എനിക്കറിയില്ല, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു സംഭവമാണ് സാമ്പത്തികമായിട്ട് പെട്ടെന്ന് അവരും അവരെ ഫാമിലി, അവരെ തായ്വഴികളും ഒക്കെ നല്ല രീതിയിൽ കാശുണ്ടാക്കും. അത് വേറെ കാര്യം. നല്ല പോലെ അതിന് കഴിയും. ചിലപ്പോൾ അതായിരിക്കും ഇവ എവിടെയോ ഒരാളെ മത്സരിപ്പിച്ചില്ല എന്ന് പറഞ്ഞൊരു അയാൾ സൂയിസൈഡ് വരെ ചെയ്തിട്ടുണ്ട്. കാര്യം അത്രയും പ്രതീക്ഷയാണ്. പെട്ടെന്ന് കാശുകാരനാകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ശരിക്കും രാഷ്ട്രീയം, സീരിയസ്ലി പറയാണ്. പിന്നെ രാഷ്ട്രീയത്തെക്കുറിച്ച് എന്താ പറയുക, എനിക്കങ്ങനെ വലിയ ഭയങ്കരമായ ഇതൊന്നുമില്ല. കാരണം ഒന്ന്, ഞാൻ ചിന്തിക്കുന്ന രാഷ്ട്രീയമില്ലാതെ നമ്മുടെ നാടില്ല, കേരളമില്ല, അല്ലെങ്കിൽ ഇന്ത്യയില്ല. രാഷ്ട്രീയം എന്തായാലും വേണം, അത് ഉറപ്പാണ്. പക്ഷേ രാഷ്ട്രീയം ഉണ്ടോ ഇല്ലയോ എന്താണെങ്കിലും നമ്മൾ പണിയെടുത്താലേ നമുക്ക് ഭക്ഷണമുള്ളൂ, അത് വേറെ കാര്യം. നമ്മുടെ കഷ്ടപ്പാടൊന്നും ഒരിക്കലും ഈ ജയിച്ചു പോകുന്ന പാർട്ടിക്കാരോ ആരും തന്നെ, ഇനി അവരെ നമ്മൾ അത്രയും ഭയങ്കരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇതിൽ നമ്മൾ എത്തിപ്പെട്ട് എങ്ങനെയെങ്കിലും അവരെ കോണ്ടാക്ട് ചെയ്ത് കണ്ടുപിടിച്ച് അവരെ കാല് പിടിച്ച് അവരടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഈവൻ ചിലപ്പോൾ എങ്ങാനും അവർ നമ്മളെ സഹായിച്ചാലായി, അല്ലെങ്കിൽ ശ്രദ്ധിച്ചാലായി, അല്ലെങ്കിൽ ചെയ്താലായി. പക്ഷെ അതിന് ഒരുപാട് കടമ്പകൾ കടക്കണം. അല്ലാതെ നമ്മൾക്ക് നേരിട്ട് ഒരിക്കലും അവരെ നമുക്ക് ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാനാവില്ല. സീരിയസ് ആയിട്ട് ഞാൻ പറയാം. നമ്മൾ തന്നെ കിടന്ന് അനുഭവിക്കണം, അല്ലെങ്കിൽ നമ്മൾ തന്നെ അതിന് പരിഹാരം കണ്ടെത്തണം, നമ്മൾ തന്നെ പണിയെടുത്ത് നമ്മൾ തന്നെ കഷ്ടപ്പെടണം. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി നെക്സ്റ്റ് എന്താ പറയുക, ഇനി ഇതിലേക്ക് ഇറങ്ങിയത് എനിക്ക് പരിചയമുള്ള കുറച്ച്, ഒന്ന് അഖിൽ മാരാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പുള്ളിക്കാരന് രാഷ്ട്രീയ വശമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുള്ളി ഒരുപാട് സംസാരിക്കാറുണ്ട് ഇതിനെക്കുറിച്ച്. ഭയങ്കരമായിട്ട് വാതോരാതെ സംസാരിച്ചിട്ടുണ്ട്. കുറേ
കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ UDF, LDF പാർട്ടിയിൽ എന്തൊക്കെ നടക്കുന്നു, BJP, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുള്ളി സംസാരിക്കാറുണ്ട്. ഒരു പക്ഷെ ആ ഒരു നാവ് വെച്ചിട്ട് പുള്ളിക്കാരന് ഈ ഫീൽഡിൽ ഇറങ്ങാനുള്ള ധൈര്യമുണ്ട്, അല്ലെങ്കിൽ അതാണ് ഒരു സംഭവം, അതിൻ്റെ ഒരു ധൈര്യമുണ്ട്. അപ്പോൾ ആ ഒരു സംസാരങ്ങളൊക്കെ കൊണ്ട് ആയിരിക്കാം, പിന്നെ ഫെയിം ആയിട്ടുള്ള ഒരാളായിരിക്കാം അഖിൽ മാരാർ. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ത് കണ്ടിട്ടാന്ന് എനിക്കറിയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന് ഒന്ന് മുൻകോപിയായ ഒരാളായിട്ടേ ഞാൻ പുള്ളിക്കാരനെ എപ്പോഴും കണ്ടിട്ടുള്ളൂ. ഭയങ്കര പെട്ടെന്ന് പ്രകോപിതനാവുകയും ചെയ്യും. പുള്ളിക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അപ്പം തന്നെ പ്രതികരിച്ച് ആകെ ഷോയാക്കി തെറിവിളി, അങ്ങനത്തെ ഭയങ്കര ഒരു ആളാണ്. ആള് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഉപകാരപ്പെടുമോ എന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. ആളിനെ കുറിച്ച് രാഷ്ട്രീയമായിട്ട് പുള്ളിക്കാരൻ അത്ര ശരിയാവുമെന്ന് എനിക്ക് തോന്നില്ല പുള്ളിക്കാരൻ. പിന്നെ ഇതൊരു ബിഗ് ബോസ് അല്ല. ഈ ബിഗ് ബോസിൽ വന്ന് തഴക്കവും പഴക്കവും ചെന്നവരാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ ഇതൊരു ബിഗ് ബോസ് അല്ല, എൻറ്റയർലി ഡിഫറെൻറ്റ്, അത് വേറെ കാര്യം. പിന്നെ നെക്സ്റ്റ് പിന്നെ ആരെയൊക്കെയോ രമേശ് പിഷാരടി അഖിൽ മാരാരുടെ കാര്യം പറഞ്ഞ പോലെയാണ്. കുറേ സംസാരിക്കാൻ അറിയാം, എവിടെയും വർത്തമാനം പറയാനറിയാം. ഈവൻ ചിലപ്പോൾ അവർക്കിതിൽ പിടിച്ചു നിന്നെന്ന് വരാം, പറയാൻ പറ്റില്ല. ആ ഒരു ആരാധകരൊക്കെ ഉണ്ടാവാം. പക്ഷേ ജനങ്ങൾ ചിന്തിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, അത് മനസ്സിലാക്കണമെന്നുള്ളതാണ്. ജനങ്ങൾ ചിന്തിക്കുന്നത് ഒന്ന് അതായത് നമുക്ക് നാടിന് എന്തെങ്കിലും ഉപകാരപ്പെടുന്ന ആരെങ്കിലും ആണോ എന്നുള്ളതാണ് അവർ ഫസ്റ്റ് പ്രയോറിറ്റി. നിങ്ങൾ സിനിമാ നടനായോണ്ടും കാര്യമില്ല, നിങ്ങൾ എത്ര ഫെയിം ആയിട്ടുള്ള ആളായതും കാര്യമില്ല, എന്താണെങ്കിലും ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിന് മുന്നേ നോക്കുന്നത് നാടിന് ഉപകാരപ്പെടുന്ന ഒരു വ്യക്തിയാണോ. കാര്യം പണ്ടൊക്കെ ആണെങ്കിൽ പാർട്ടി നോക്കിയാണ് കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്യുന്നത്. കാര്യം ഞാൻ ഒരു LDF കാരനാണെങ്കിൽ കറക്റ്റ് അങ്ങനെ, BJP കാരനാണെങ്കിൽ കറക്റ്റ് അങ്ങനെ, കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ്സുകാരനാണെങ്കിൽ കറക്റ്റ് അങ്ങനെ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, അതൊക്കെ മാറി. ഇപ്പോൾ വ്യക്തിയെ നോക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങളൊരു വലിയ ഫേമസ് ആയ സിനിമാ നടനാണ്, അയ്യോ ആ ഒരു വ്യക്തിത്വം അല്ല അവർ നോക്കുന്നത്. ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്യുന്ന ആരെങ്കിലും ആണോ എന്ന് നോക്കിയിട്ടാണ് ആൾക്കാർ വോട്ട് ചെയ്യുന്നത്. കാര്യം രാഷ്ട്രീയത്തിൽ ഇപ്പം അങ്ങനത്തെ ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാണ്. കാര്യം പാർട്ടിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇപ്പോൾ ആരും കൊടുക്കാറില്ല, കാര്യം കൊടുത്തിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പം ഞാൻ എറണാകുളത്താണുള്ളത്. അപ്പോൾ എൻ്റെ അറിവിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ തൃക്കാക്കര മണ്ഡലം എനിക്ക് ഉമാ തോമസ് MLA മാഡത്തിന് എനിക്ക് നല്ലപോലെ അറിയാം. ഇപ്പോൾ എറണാകുളത്ത് വന്ന നാൾ മുതലേ ഞാൻ അവരെ കേട്ടിട്ടുണ്ട്. അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായിരുന്നു. അവർ ജീവിതത്തിൽ നിന്നും അങ്ങ് പോയി തിരിച്ചു വന്ന ആളാണ്. കാര്യം ഈ ദിവ്യ ഉണ്ണി നയിച്ച സ്റ്റേഡിയത്തിലെ ആ ഷോയിൽ അവർ സ്റ്റേജ് തകർന്ന് വീണിട്ട് ICUലൊക്കെ ആയിരുന്നു വേറെ നാൾ. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവർ തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു. അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കൊണ്ട് മാത്രമല്ല അവരെക്കുറിച്ച് ഒരു നെഗറ്റീവ് ഒരിക്കലും ഞാൻ കേട്ടിട്ടില്ല. അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കുക. പിന്നെ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് നല്ലപോലെ ഉള്ള ഒരു ലേഡിയും കൂടിയാണ്. സോ എറണാകുളത്ത് ചിലപ്പോൾ കണ്ണുമടച്ച് അവർ ജയിച്ചേക്കാം അല്ലേ. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാർട്ടി നോക്കി അവർക്ക് ആരും വോട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. കാര്യം അവരൊരു പാർട്ടി ആ വ്യക്തിയെ നോക്കിയിട്ടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് പോകാൻ പോകണം. അവിടെ നിൽക്കുന്നതാണ് അഖിൽ മാരാർ, അവിടെ നിൽക്കുന്ന അവരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പുഷ്പ, അങ്ങനെ ആരോ ആണ്. അപ്പോൾ എന്തായാലും കണ്ണുടച്ച് നമുക്ക് പറയാൻ പറ്റും അവിടെ ഉമാ തോമസ് ആണ് ജയിക്കുന്നത്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയാണ്. ഇനി പോട്ടെ, ഇപ്പം മത്സരിക്കാൻ ആൾക്കാർ വേണം. ഇപ്പോൾ ഒരു മത്സരം വെച്ച് കഴിഞ്ഞാൽ അതിൽ ജയവും പരാജയവും ഉണ്ടാവും. അപ്പം മത്സരിക്കാൻ ഇപ്പോൾ ജയം മാത്രം പോരല്ലോ, ഇപ്പോൾ പരാജയപ്പെടാനും ആൾക്കാർ വേണമല്ലോ. അപ്പോൾ മത്സരിക്കാൻ ഒരുപാട് പേര് ഇറങ്ങണം, മത്സരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഭയങ്കര ബോറാണ്, എടുത്തു പറയാം, നല്ല ബോറാണ്, കൊള്ളൂലാത്തൊരു രാഷ്ട്രീയമാണ്. ഇനി ഇപ്പം ഇത്രയും നാൾ ഇവർ ഭരിച്ചത് കൊണ്ട് കൊള്ളില്ല എന്ന് പറയാം, അങ്ങനെയൊന്നുമല്ല. ആര് ഭരിച്ചാലും വല്ലാത്തൊരവസ്ഥയിലാണ് ജനങ്ങളുടെ അവസ്ഥ. കാര്യം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനങ്ങൾ കഷ്ടപ്പെടുക തന്നെയാണ്. ജനങ്ങൾക്ക് ഒരു ഉപകാരമുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉള്ളതായിട്ട് കാണുന്നില്ല, ചെയ്യുന്നില്ല, നടക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ മുന്നോട്ട്. ഇപ്പോൾ ഓരോന്നോരോന്ന് എടുത്തു പറയാനൊന്നും ഞാനില്ല,
മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇനി ഏത് രാഷ്ട്രീയം, ഇപ്പോൾ BJP വന്നാലും LDF വന്നാലും UDF വന്നാലും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും രീതിയിൽ ആ ഭരണം നിലനിന്ന് പോവുകയാണെങ്കിൽ അതായിരുന്നു ഏറ്റവും വലുത്. അതാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇതിപ്പോൾ അവർ ഭരണത്തിൽ വരുന്നു, പറ്റാവുന്ന അത്രയും മൊത്തം ഈ എന്താ പറയുക മുക്കലാണ് കേൾക്കുന്ന മുഴുവനും. ശബരിമലത്തെ കേസ്, എന്താ പറയുക, ദേവസ്വം ബോർഡിന് ഫുൾ കേസുകൾ, പിന്നെ ദുരന്തം നടന്ന അതിൻ്റെ പുറകിൽ തട്ടിപ്പ്, കോടികളുടെ വെട്ടിപ്പ് ഇതൊക്കെ തന്നെയാണ് നമ്മൾ കേൾക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു തട്ടിപ്പും വെട്ടിപ്പും എങ്ങനെയും അവർ കാശുണ്ടാക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങി അവർ സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി പെരുപ്പിച്ച് അവർ കോടീശ്വരരാകുക, അവരുടെ താഴ്വഴികളെല്ലാം കോടീശ്വരരാകുക, ആ ഒരു അവസ്ഥയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം. നാളെ ഇതിന് മുന്നേ നടന്നുകൊണ്ടിരുന്ന രാഷ്ട്രീയം ഈവൻ ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി EK നായനാർ, KR ഗൗരിയമ്മ, VS അച്യുതാനന്ദ അവർ വരെയൊക്കെ എൻ്റെ ദൈവമേ എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയം തന്നെയായിരുന്നു, എടുത്തു പറയാം. സീരിയസ്ലി ജനങ്ങളെ പിന്നും കണ്ടിരുന്നു, അവരുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കണ്ടിരുന്നു എന്ന് വേണമെങ്കിൽ എടുത്ത് പറയേണ്ടി വരും. ഇനി ആര് വന്നാലും ഇതുപോലെ ആകാതെ അവരവരുടെ കീശ വീർപ്പിക്കാതെ ജനങ്ങളെ പരിഗണിച്ച അത്യാവശ്യം നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പറയാന്നേ ഉള്ളൂ. രാഷ്ട്രീയം ഒരിക്കലും അങ്ങനെ അല്ലാതായി മാറുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്താണെങ്കിലും അപ്പോൾ മത്സരിക്കാൻ ഇറങ്ങിയ എല്ലാവരും ജയിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവരും ജയിക്കട്ടെ. എന്തായാലും ഒരു തോൽവിയും ഒരു ജയവും ഉണ്ടാവും. അപ്പോൾ രാഷ്ട്രീയത്തെക്കുറിച്ച് എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പം ജനങ്ങളോടായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ് നിങ്ങളും ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് ഏപ്രിൽ 9 നോക്കാം. ടാറ്റ്.